ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ഇപ്പോൾ സമയം 5:27 കേട്ടോ. അപ്പോൾ ഞാൻ ഒരിടത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇന്നലെ എൻ്റെ ഷോർട്സൊക്കെ കണ്ടപ്പോൾ. ഇത് ഞാൻ ഷാലുവിന് മേടിച്ച ഗിഫ്റ്റാണ്. ഇന്ന് ഷാലുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് മെഡിക്കൽ സ്കൂളാണ് കേട്ടോ. നിങ്ങളെപ്പോഴും ചോദിക്കുന്നതാണ് ഷാലുവിന് എവിടെ കിട്ടിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, ഞാൻ പോകുന്നത് തൊടുപുഴയിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് 2 മണിക്കൂർ ദൂരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോളേജല്ല, ഹോസ്പിറ്റൽ. എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിരിക്കുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങാനായിട്ട് ഇത്തിരി ലേറ്റായി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത സമയത്തല്ല ഞാൻ ഇറങ്ങിയത്. കുഴപ്പമില്ല, കുറച്ച് സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ബസ് എനിക്ക് കിട്ടിയില്ല. പിന്നെ എൻ്റെ ഒരു അറിവനുസരിച്ച് 3 ബസ് മാറി കയറിയാലേ ഞാൻ അവിടെ എത്തത്തുള്ളൂ. അങ്കമാലി എത്തിയപ്പോഴത്തേക്ക് എന്നോട് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊടുപുഴയ്ക്ക് ഡയറക്റ്റായിട്ട് ബസ് ഉണ്ടെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഫീലിങ്സ് ആണ് കേട്ടോ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ഒരു സാഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട് എനിക്ക്. എന്തായാലും നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാലു അവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആളും അത്ര സന്തോഷവതിയല്ല. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആൾക്ക് MBBS അല്ല കേട്ടോ കിട്ടിയത്. ആൾ 3 വട്ടം റിപ്പീറ്റ് ചെയ്തു. ആദ്യത്തെ വട്ടം അവൾക്ക് BDS കിട്ടി, മാർബിസീലിയസിൽ കിട്ടി. സെക്കൻഡ് റൗണ്ടിൽ ആൾ റിപ്പീറ്റ് ചെയ്തു, ആൾക്ക് PMSൽ കിട്ടി. തേർഡ് റൗണ്ടിൽ അവൾ സ്ട്രേയിൽ MBBS മാത്രം കൊടുത്ത്, സ്ട്രേ വരെ MBBS മാത്രം കൊടുത്ത് വെയിറ്റ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഗവൺമെൻറ്റിൽ പരിഹാരം വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. BDS പുഷ്പഗിരി കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിപ്പോൾ വേക്കൻസി ഉണ്ടായിരുന്നത് അല്ലസറിലാണ് കേട്ടോ. പിന്നെ ആളുടേതായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി ഇപ്പോൾ ഓക്കെ ആവുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അമ്മ ഇന്നലെ ആൾക്കൊരു ബ്രേസ്ലെറ്റ് ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. പുറമേ ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത് പോവേണ്ട എന്നെ, ശില്പയെ നിനക്ക് MBBS കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും ഒരു മോട്ടിവേഷൻ ആവും, എനിക്കും കിട്ടും എന്ന് പറഞ്ഞ് ഈ ഒരു കോഴ്സിലേക്ക് വരച്ചുകൊണ്ട് വന്നത് തന്നെ അവളാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് അത് കിട്ടാതെ അവൾ വേറൊരു കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ ആളുടെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല മോശമായിട്ടുണ്ട്. ആൾക്ക് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ ആൾ പോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളായിട്ട് ഇത് സെലക്ട് ചെയ്തത്. എന്തായാലും ഓക്കെ ആയിട്ട് വരട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ BDS ഒരു മോശം പ്രൊഫഷനായിട്ടല്ല. അവൾക്ക് ഇതിന് മുന്നേ ഉള്ള 2 കൊല്ലം അത് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. പിന്നെ ആളുടെ ആ ഒരു വരവൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും മനസ്സിലാവും ആൾ നമ്മളുടെ മുന്നിൽ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ സന്തോഷം അഭിനയിച്ച് നിൽക്കുന്നെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓക്കെ ആയിക്കോളും, എല്ലാം ഹീലാവും, ഓക്കെ ആയിക്കോളും. പിന്നെ അവർക്കിങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാലുവിനെ ഒന്ന് വൈബ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറയണേ ഷാലുമ്മ എന്ന്. അങ്ങനെ അവൾ ചെന്ന് പറഞ്ഞത് അത് മാത്രമായിരുന്നു. എൻ്റെ പേര് ഷാജി. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചി ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ് ആണ്, ശ്രീനാരായണ. പിന്നെ ഹോബി മെയിനായിട്ട് കുറച്ച് നാളായിട്ട് നീറ്റ് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഹോബി. ഇപ്പൊ തൽക്കാലം അത് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഡോക്ടർ യൂണിക്ക്. പിന്നെ കൊളാബും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എൻജോയ് ചെയ്ത് പോകും. അപ്പോൾ അല്ലസറിൽ ഷാലുവിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളുണ്ട്. ആളുടെ പേര് അനസൂയ എന്നാണ് കേട്ടോ. അവിടെ എങ്ങും എന്നെ കാണാഞ്ഞിട്ട് ആൾ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചേട്ടനുണ്ട്. ഹോബി എന്ന് പറയാൻ സ്കെച്ചിങ് ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് അവരോട് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ആരൊക്കെയോ ഉണ്ടടാ സബ്സ്ക്രൈബറാണ്. ചേച്ചി എനിക്ക് ആയുർവേദം വെച്ചിട്ട് ആയുർവേദം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയില്ല.
അപ്പോൾ ആളിത് ഞാൻ അറിയാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവൾ അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെ മീറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണമെന്ന് അവൾക്ക് തോന്നിയല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഒത്തിരി കൊച്ചുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കുമായതുകൊണ്ട് എനിക്ക് അവരുടെ ആരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ മെഡിക്കൽ കോളേജിനും ഡെൻ്റൽ കോളേജിനും കൂടെ സെയിം ഹോസ്റ്റലാണ്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ 2 സബ്സ്ക്രൈബർ കൊച്ചുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അല്ലസറിൽ MBBS ചെയ്യുവാണ്. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ കുറച്ച് നീളുമെന്ന് തോന്നിയപ്പോൾ ഞാനും അച്ഛനും കൂടെ ശാലുവിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഞങ്ങൾ ബെഡും പില്ലോയും ബക്കറ്റും മഗ്ഗും എല്ലാം അവിടെ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനും അമ്മയും കൂടെ കയറി അവൾക്കിതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശാലുമ്മയ്ക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശാലുവിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് അവൾക്കൊരു സാധനവും സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനും അശ്വതിയും കൂടെ ആയിരുന്നു മേടിക്കാൻ പോയത്. മേടിക്കാൻ പോയ സമയത്ത് ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ അവൾക്ക് സ്റ്റഡാണോ ഇഷ്ടം എന്നുള്ളത്. അത് അമ്മ വളരെ പതുക്കെ പറഞ്ഞതുകൊണ്ട് അപ്പം തന്നെ അവളെ കേട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതായിരുന്നു സെലക്ട് ചെയ്ത കമ്മൽ. എൻ്റെ മോഡൽ അശ്വതിയായിരുന്നു കേട്ടോ. ഞാനും അശ്വതിയും കൂടെ പോയിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാറ്റിനം അല്ല കേട്ടോ, കമ്മൽ സിൽവറാണ്. ഈ പാവം യൂട്യൂബർക്ക് നിലവിൽ ഇതേ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ച് കൊടുത്തത് കൊണ്ട് അവളുടെ കാതിൽ കിടന്നിരുന്ന ഗോൾഡ് കമ്മൽ മാറ്റിയിട്ട് ഈ സിൽവർ കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾക്കതായിരുന്നു കേട്ടോ നന്നായിട്ട് ഇണങ്ങുന്നത്. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ശാലുവിൻ്റെ റൂംമേറ്റ്സിനെ പരിചയപ്പെട്ടു. അവളുടെ പേര് പറഞ്ഞേടാ, പേര് പറയോ? ഇതൊക്കെയാണ് ശാലുവിൻ്റെ റൂംമേറ്റ്സ്. പിന്നെ ലാസ്റ്റ് വന്ന ആളാണ് കേട്ടോ ഇത്. ആളുടെ ചേച്ചിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ചേച്ചി പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അതായി നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ 4 പേരും ചേർന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാൻ നേരം അമ്മ ഇത്തിരി ഇമോഷണലായി. പിന്നെ അമ്മമാരെപ്പോഴും അമ്മമാരാണല്ലോ. കാരണം ഇത്രയും ദിവസം ശാലുമ്മ വീട്ടിലുണ്ടായിരുന്നു. അച്ഛനും നല്ല വിഷമമുണ്ട്. പിന്നെ അച്ഛനിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ 2 പേരും മാത്രമാണല്ലോ വീട്ടിലുള്ളത്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് BDS എടുത്ത കുഞ്ഞുങ്ങളോടാണ്. നിങ്ങൾ ആരും ഒരിക്കലും ഒരു മോശക്കാരല്ല. MBBSന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചവരാണ്. നിങ്ങൾക്ക് കിട്ടിയത് ഒരു മോശം കോഴ്സല്ല. നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എക്സൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇത് നമ്മുടെ കോച്ചിങ് ലൈഫല്ല, കോളേജ് ലൈഫാണ്. അത്യാവശ്യം എൻജോയ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ അച്ഛനും അമ്മയൊക്കെ അവിടെ വിട്ടിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ടാറ്റാ.